ബാക്കിൽ പോയിരിക്കരുത്. ആദ്യം വന്നാൽ മുന്നിലിരിക്കും. പാവപ്പെട്ട ജനങ്ങൾ മുന്നിലിരിക്കണം. അള്ളാന്റെ തങ്ങൾ ആൾക്കാർ സാധുക്കളാണ്. അള്ളാന്റെ തങ്ങൾ ആൾക്കാർ സാധുക്കളാണ്. സാധുക്കളൊക്കെ അള്ളാന്റെ റസൂലിന്റെ ആൾക്കാരാ. പഠിച്ചോനെ, പണക്കാരേക്കാൾ കോടീശ്വരന്മാരേക്കാൾ അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടം പഠിച്ചോനെ. അധ്വാനിക്കുന്നവരെ, വെയിൽ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതലാളിമാർക്ക് എന്താ ചെയ്യാ? അവരല്ലാഹുവിന്റെ റസൂലിന് വലിയ പ്രിയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലുള്ള പണക്കാരി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നമ്മൾ കുന്നിന്റെ മേലെ, ഇത് കുന്നല്ലേ, വലിയ കുന്നാണ്. കാരണം വണ്ടിക്ക് വന്നു നോക്കുമ്പോഴല്ലേ ഇങ്ങനെ വരുന്നത്. ഈ കുന്നിന്റെ മുകളിൽ നമ്മള് അങ്ങനെ പറഞ്ഞാൽ അതങ്ങോട്ട് പോയിട്ട് എവിടെ മദീനത്തിൽ ജന്നത്തുൽ ബഖീലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉള്ളത്. എവിടെയുള്ളത്? ജന്നത്തുൽ ബഖീൽ. അള്ളാന്റെ തങ്ങളെ പ്രധാനികളായ 4 സഹാബത്ത്. ഒന്ന് അനീസുഹു വജലീസുഹു വസദീഖുഹു. റസൂലുള്ളാഹി തങ്ങളുടെ അനീസ് ഉല്ലാസമാണ്. റസൂലുള്ളാഹിന്റെ ഉല്ലാസമാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. റസൂലുള്ളാഹിന്റെ അനീസാണ്, ഉല്ലാസമാണ്, നേരം പോക്കാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. റസൂലുള്ളാഹിക്ക് ഒരു നേരം പോക്കിന് ഒന്നും വേണ്ട, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായത്. അതുകൊണ്ടാണ് അനീസുഹു വജലീസുഹു വസദീഖുഹു. ഇതെല്ലാം സിദ്ദീഖ് തങ്ങളാണ്. സിദ്ദീഖ് തങ്ങൾ അവിടെ കിടക്കുന്നത് ഇപ്പോഴും റസൂലുള്ളാഹിന്റെ അനീസും ജലീസുമായി കൂടെ കിടക്കുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലത്ത് സിദ്ദീഖ് തങ്ങൾ അനീസാണ്. എപ്പ തങ്ങൾക്ക് പോകണമെങ്കിലും എവിടെയും ഇരിക്കുകയാണെങ്കിൽ തിരിഞ്ഞാൽ കാണുന്നിടത്ത് റസൂലുള്ളാഹി തങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകുന്ന ജലീസ് എപ്പോഴും കൂടെ. പഠിച്ചോനെ സ്വദീഖ്, ഒരുപാട് വായനയുണ്ട്. സ്വദീഖ് അതാണ് സിദ്ദീഖ്. ഇപ്പോഴും അങ്ങനെ തന്നെ മുത്തായ തങ്ങളും സിദ്ദീഖ് തങ്ങളും കിടക്കുന്നത് ഇങ്ങനെയാണ്. റസൂലുള്ളാഹിന്റെ തോളോട് തലയോട് നേരെ വെച്ച്, റസൂലുള്ളാഹിന്റെ തോളോട് നേരെ തല വെച്ച് കിടക്കുകയാണ് ഖബറിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ദുനിയാവിലെ സ്വദീഖും അനീസും ജലീസും എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ. രണ്ടാമത്തേതാരാണ്? ജനസേവകന്മാർ പുല്ലിമാമാണല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ തോളിന്റെ അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തലയുടെ ഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ തല ഇങ്ങനെ അങ്ങനെ കിടക്കും. എന്നാ പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിന്റെ ചോട്ടിൽ ബഖീൽ കിടക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൂഫയിലെ നജ്ഫിൽ കിടക്കുന്നു. അപ്പൊ നമ്മള് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് കേട്ടപ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലിയാൽ അത് നേരെ പോയി റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ശരീഫിന്റെ നേരെ പിന്നിൽ കിടക്കുന്ന സിദ്ദീഖ് തങ്ങളുടെ റൗളയിലേക്ക്, ഖബറിലേക്ക് എത്തിച്ചേരും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ പേര് ചൊല്ലിയാൽ ബഖീൽ ചെന്നെത്തിച്ചേരും. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മൾ ചൊല്ലിയത് നേരെ ഇറാഖിലെ നജഫിൽ അലിയാര് തങ്ങളുടെ ഖബർ ശരീഫിലേക്ക് എത്തിച്ചേരും. അപ്പോ ഈ മലന്റെ മേലെ
ഇങ്ങനെ തർബിയത്തും സ്വലാത്തും അതുപോലെ തന്നെ സലാമുകളും ഇങ്ങനെ താഴ്ത്തിക്കൊള്ളുക, റൗളയിക്കൊള്ളുക. ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹീദ്ദീൻ സുൽത്താൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇപ്പൊ എവിടേക്കാ ഒഴുകിയത്? ബാഗ്ദാദിലേക്ക്, ഇറാഖിലെ ബാഗ്ദാദിലേക്ക്. സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഇറാഖിൽ തന്നെ ഉമ്മു മഅബദിലേക്ക് ഒഴുകിപ്പോയി. സയ്യിദുനാ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു ഇവിടെ ഈജിപ്തിലാണ് മഹാനവറുകളുടെ ദർഗാ ശരീഫ് ഉള്ളത്. ആ നാടിന്റെ പേര് തന്നെ ബദവി മദീന അങ്ങനെയാണ് പേര്. അവിടേക്ക് എത്തി. ഇബ്രാഹിം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അതേ ഈജിപ്തിലെ സൂഖ് പട്ടണത്തിലാണ് മഹാനവറുകളുടെ ഖബർ ശരീഫ് ഉള്ളത്. അവിടേക്ക് എത്തിപ്പോയി. ഈ മഹാന്മാരൊക്കെ നമ്മളെ ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ ഇത് ആദവനാട് മദനിയന്റെ മുറ്റത്തുനിന്ന് മാഷാ അല്ലാഹ് നമ്മളെ ഓരോരുത്തരെ പേര് എഴുതിയ തർബിയത്ത്, നമ്മളെ ഓരോരുത്തരെ പേര് എഴുതിയ സ്വലാത്ത് അല്ലാഹുവിന്റെ തങ്ങളുടെ ഹളറത്തിൽ ഇങ്ങനെ എത്തിച്ചു തരും. അല്ലാഹു ഖബൂലാക്കി തരട്ടെ. പടച്ചോനെ ഖബൂലാക്കി തരണേ അല്ലാഹ്. ഇരിക്കട്ടെ. അല്ലാഹു അള്ളമ ഖദ്റ ജാഹി മുഹമ്മദി വഅനാലഹു ഫളൻ ലദൈഹി അളീമാ. അല്ലാഹുവിന്റെ തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് നമ്മൾ പറയും നമ്മുടെ ഹബീബായ നബി എന്ന് പറയാൻ ധൈര്യമില്ല. അങ്ങനെ നമ്മളെ ഹബീബായ നബി എന്ന് പറഞ്ഞാല് പഠിച്ചോനെ യൂട്യൂബിനെ മഹബത്ത് വെക്കുന്ന ഹൃദയം, ഫേസ്ബുക്കിനെ സ്നേഹിക്കുന്ന ഹൃദയം, വാട്സപ്പ് ഒഴിവാക്കാൻ പറ്റാത്ത ഹൃദയം, പിന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ടാകാ അതിനോടുള്ള മഹബത്ത് നിറഞ്ഞ ഹൃദയല്ലേ ഈ ഹൃദയത്തിൽ നമുക്ക് റസൂലുള്ളാഹിനോട് നമ്മളിങ്ങനെ ഉള്ളോണ്ട് ചുണ്ടോട് പറയാൻ സത്യത്തിന് നമ്മളെ മഹബത്ത് ഒരു പറച്ചിൽ മഹബത്തേ ഉള്ളൂ ഞങ്ങളോടൊക്കെ. അല്ലെങ്കിൽ പിന്നെ മഹാന്മാരെ ഇല്ല. ഈ ഫേസ്ബുക്കും ഈ യൂട്യൂബും ഈ വാട്സപ്പും ഒക്കെ നിറച്ചു വെച്ച ഹൃദയത്തിൽ എന്ത് മഹബത്ത നമുക്ക് തങ്ങളോട് കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. അപ്പൊ പിന്നെ ഞങ്ങളെ ഹബീബ് ഞങ്ങളെ ഹബീബ് എന്ന് പറയാൻ വയ്യ. പിന്നെ എന്തേപോലെ പറയാൻ പറ്റുള്ളൂ. പഠിച്ചോനെ അല്ലാഹ് നിന്റെ ഹബീബായ നബി അതാണ് സത്യം. ഫഹുവല്ലദീ തമ്മമ വസൂറതുഹു സുമ്മ സ്വഫാഹു ഹബീബൻ ബാരിഉൻ നസബി. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. يا رسول ربنا തങ്ങളാരാണ്? അല്ലാഹുവിന്റെ ഹബീബായ നബിയെ വരാനാണ്. وهو الذي تم معناه وسورته. നമുക്കൊക്കെ സൂറത്തുൽ ഇൻസാൻ മനുഷ്യന്റെ രൂപമുണ്ട്. നമ്മളെ കണ്ടാലും മനുഷ്യനാന്ന് പറഞ്ഞു. പക്ഷേ നമ്മളെ മായന അർത്ഥത്തിൽ നമ്മൾ മനുഷ്യനായിട്ടില്ല. അർത്ഥത്തിലും കൂടെ മനുഷ്യനാകുമ്പോഴാണ് കാമിലുൽ ഇൻസാനാകുന്നത്. കാമിലുൽ ഇൻസാൻ അൽ കാമിലുൽ ഇൻസാൻ ഒറ്റ ആളേ ഉള്ളൂ. അത് അല്ലാഹുവിന്റെ തങ്ങളാണ്, റബ്ബിന്റെ ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. കാമിലുൽ ഇൻസാൻ അൽ കാമിലുൽ ഇൻസാൻ അൽ കാമിൽ എല്ലാ നിലക്കും കാമിലായ. അതുകൊണ്ടാണ് മറ്റുള്ള അമ്പിയാക്കളെ മുഴുവനും
അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നാണ് എല്ലാം നേടിയത് എന്ന് പറഞ്ഞത്. എല്ലാവർക്കും കൊടുക്കാൻ മാത്രം, നബിമാർക്കും മലക്കുകൾക്കും മനുഷ്യന്മാർക്കും അക്കാലക്കാർക്കും മുൻകാലക്കാർക്കും പിൽക്കാലക്കാർക്കും എല്ലാവർക്കും കൊടുക്കാൻ മാത്രം ഉണ്ടായത് അൽക്കാമിലായിരുന്നു. അൽക്കാമിലൊന്നും അതെങ്ങനെ തങ്ങളുടെ എല്ലാം പരിപൂർണമാക്കി, എല്ലാം സംസിദ്ധമാക്കി പരിപൂർണമാക്കി. സൂറത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളുടെ അവയവങ്ങളുടെ ആകാരവും സൗന്ദര്യവും ഒക്കെ എല്ലാം അതിൽ പെട്ടു. ഒന്നും അതിൽ കുറവില്ല. മുത്ത് നബിയെ പോലെ കണ്ണിന്റെ സൗന്ദര്യമുള്ള വേറൊരു മനുഷ്യനില്ല. മുത്ത് റസൂലുള്ളാഹിന്റെ മീശയും മുത്ത് റസൂലുള്ളാഹിന്റെ ചുണ്ടും ശരീരത്തിലെ ഏതേത് അവയവങ്ങളും അവരുടെ ഓരോ ചെറിയ ജുസുക്കളും ഏതേതെടുത്താലും എല്ലാം മനോഹരമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി 63-ാമത്തെ വയസ്സിൽ മുത്തായ തങ്ങൾ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരിക്കും? 63 വയസ്സായ ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ എത്ര വയസ്സായി? 57 നർമ്മങ്ങളിൽ 57 കരുതും. 57 അപ്പോഴേക്ക് താടിയിൽ എത്ര മുടി നരച്ചു? മീശ മുഴുവനും നരച്ചു. 47 അതിന്റെ കുറച്ചുകൂടി താഴെ 47 അപ്പൊ എവിടെ അല്ലേ? അപ്പൊ പിന്നെ റസൂലുള്ളാഹി നിങ്ങൾ 63 ആവുമ്പോ എത്ര നരച്ചിട്ടുണ്ടാവും? ഇല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബിയോര് വഫാത്താകുന്ന സമയത്ത് ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിൽ എത്ര രോമങ്ങളാണ്, മുടികളാണ്, താടിയിൽ നരച്ചത് എന്ന് അവിടുത്തെ പ്രിയപ്പെട്ട മരുമകനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. റളിയല്ലാഹു അൻഹും അല്ലാഹു അവരെ എല്ലാവരെയും സ്വഹാബത്തിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, തൃപ്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. റളിയല്ലാഹു അൻഹു. അപ്പൊ അലിയാര് തങ്ങൾ പറയുന്നുണ്ട് റസൂലുള്ളാഹിന്റെ താടിയിൽ നരച്ച നിറം മാറിയ രോമങ്ങളുടെ എണ്ണം അവസാനം ഇറങ്ങിയ സൂറത്ത് ഏതാണ്? ഏത് സൂറത്ത് അവസാനം ഇറങ്ങിയത്? പറയൂ കുട്ടികളെ. ഏത് സൂറത്ത് അവസാനം ഇറങ്ങിയത്? കുട്ടികളല്ലേ? ഞാൻ തന്നെ കുട്ടിയാകാം. إذا جاء نصر الله والفتح നസ്ർ സൂറത്ത് അതാണ് അവസാനം ഇറങ്ങിയത്. ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഈ സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ മുടി മാറാൻ തുടങ്ങിയത്. എന്നിൽ തന്നെ ആകെ നരച്ച രോമങ്ങളുടെ എണ്ണം 18 എന്നൊരു അഭിപ്രായമാണ്. വേറൊരു സഹാബി പറഞ്ഞു 24 ഉണ്ട്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് സ്വഹാബത്ത് രാവിലെ നോക്കാൻ തുടങ്ങും. ഞാനിപ്പോ നമ്മൾ ആദ്യമായിട്ട് കാണാം. അപ്പൊ ആദ്യമായിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും നോക്കും.
എല്ലാ ദിവസവും രാവിലെ കാണും, വൈകുന്നേരം കാണും, ഇടക്കിടക്ക് കാണുമ്പോൾ പിന്നെ എത്രയും കണ്ടു. എന്നാ റസൂലുള്ളാഹിന്റെ സൗന്ദര്യം അങ്ങനെയല്ല. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അള്ളാന്റെ തങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോകാറില്ല. എത്ര വിഷമത്തിലാണ് ഞങ്ങള് റസൂലുള്ളാഹിന്റെ അടുത്ത് എഴുന്നേറ്റ് പോകരുതെന്നറിയോ? പിന്നെന്താ ഞങ്ങൾക്ക് പണി? ഞങ്ങളെ പണി അള്ളാന്റെ തങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാലോ ഇന്നലെ കണ്ടതുപോലെയല്ല, ഇന്നലത്തേക്കാൾ എത്രയോ സൗന്ദര്യം തങ്ങളുടേത് ഇന്നേക്ക് കൂടിയിട്ടുണ്ട്. രാവിലെ കണ്ട പോലെയല്ല ഉച്ചക്ക് കാണുമ്പോൾ, കഴിഞ്ഞ മണിക്കൂറിൽ കണ്ട പോലെയല്ല ഈ മണിക്കൂറിൽ കാണുമ്പോൾ. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും സെക്കൻഡിലും ഹബീബായ റബ്ബിന്റെ തങ്ങളുടെ സൗന്ദര്യം ഇങ്ങനെ മാറി 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 മനോഹാരിത കൂടിക്കൊണ്ടിരിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനോഹരമായ അല്ല അങ്ങനെ പറയില്ല. എന്താ ഈ മനോഹരം തന്നെ? മനോഹരം എന്ന് പറഞ്ഞാൽ ഭംഗിയോ? പിന്നെന്താ മനോഹരം തന്നെ? ഇരിക്കട്ടെ. ഈ മനോഹരം അതൊന്ന് പൊളിച്ച അല്ലെങ്കിൽ മുറിച്ച മനോ പ്ലസ് ഹരം. നല്ല ഹരം ഉണ്ടായിരുന്നെന്താ? ഹരം. ഓ നല്ല ഹരമുണ്ട്. നല്ല ഹരമുള്ള പ്രോഗ്രാം ഹരം. എന്താ പറയാ? അങ്ങനെ പറയുന്നത് എന്താ ഇതിന്റെ അർത്ഥം? ഇത് എവിടെ ഹരം? മനസ്സിന് നല്ല ഹരമുള്ള, മനസ്സിന് വലിയ ഹരം തരുന്ന അതാ. അപ്പൊ അള്ളാന്റെ തങ്ങളെ കണ്ട മനസ്സിന് ഇങ്ങനെ കുളിർമ കൂടിക്കൊണ്ടിരിക്കും. സ്വഹാബത്തിന്റെ പണി എന്താണ്? 10 മണിക്കൂർ പണി കഴിഞ്ഞ് വന്നാ വേഗം കുളിച്ച് മാറ്റിയിട്ട് എവിടെ തങ്ങളുടെ ചോദിച്ച് നടക്കുക. പള്ളിയിൽ എവിടെ മുമ്പിൽ ഇതിങ്ങനെ കണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ കണ്ടുകൊണ്ടിരിക്കും, നോക്കിയിരിക്കും. ഞങ്ങൾക്ക് മടുക്കൂല, മതിയെന്ന് തോന്നൂല, ഞാൻ പോകട്ടെ എന്ന് ആശിക്കൂല. ഹബീബായ തങ്ങളുടെ മുഖത്തേക്ക് എത്ര നോക്കിയിരുന്നാലും ഓരോ മൈക്രോ സെക്കൻഡിലും അവിടുത്തെ സൗന്ദര്യം ഇങ്ങനെ കൂടി വരുന്നത് ബോധ്യപ്പെടും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലോ സലാം ചൊല്ലിക്കോളി. ഇനി എപ്പോഴാണ് ഞാൻ കണ്ടുവരുന്നത്? അന്ന് ഞങ്ങൾക്കൊക്കെ എന്താ വേണ്ടി? കോൽമുട്ടായി. എന്താ വേണ്ടി? കോൽമുട്ടായി അറിയാം. അതായിരിക്കും കുട്ടികൾക്കൊക്കെ വേണ്ടി കോൽമുട്ടായി. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് നല്ലോ സലാത്ത് ചൊല്ലിയാൽ ഞാൻ വരുമ്പോ എല്ലാവർക്കും കോൽമുട്ടായി. എത്രക്ക് മഞ്ച് വേണം? മഞ്ച് വേണ്ടിയിൽ എത്ര? 4 ആള് 5 6 ആയിക്കോട്ടെ. അപ്പൊ ഓരോ കോൽമുട്ടായി പിന്നെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നല്ല സലാത്തല്ല കുട്ടികളെ കുട്ടികളോട് പറഞ്ഞ അല്ലാഹു നമ്മളെ കുട്ടികളൊക്കെ വലുതാക്കി നല്ല ബുദ്ധിയും നല്ല കഴിവും നല്ല അനുസരണയും സ്നേഹവും നല്ല എല്ലാ ഖൈറായ ശേഷിയുള്ള നല്ല മക്കളാക്കി. പറഞ്ഞത് എന്താണെന്നറിയോ? അതാണ് നമ്മുടെ മുത്തായ തങ്ങളുടെ സൗന്ദര്യം. സൂറത്ത് എങ്ങനെയാണ്? പിന്നെ സീറത്തോ മാനയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈമാൻ അല്ലാഹുവിനെ തങ്ങൾ മനസ്സിലാക്കിയതുപോലെ വേറൊരു നബിയും മനസ്സിലാക്കിയിട്ടില്ല, ഒരു മലക്കും മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹുവാകുന്ന രക്ഷിതാവിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് അല്ലാഹുവിന്റെ തങ്ങളായ മുത്തുനബിയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്
عليه وسلم. അടുത്ത വരവിന് വലിയൊരു കൊലുട്ടായി ഉണ്ട്. കുട്ടികൾ മാത്രം ചൊല്ലിക്കോട്ടെ. എല്ലാവർക്കും ഉണ്ടാവും. മക്കൾ ചൊല്ലിക്കോളി. അള്ളാഹു കബൂലാക്കട്ടെ. കൗസർ തരാൻ ശഫാഅത്തിനും സിഖായത്തിനും ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ചൊല്ലുന്ന സ്വലാത്ത് ഞങ്ങൾക്കും സബബാക്കണേ റബ്ബേ. കഴിച്ചിലാക്കണ്ട മക്കളെ, മുഅ്മിനീങ്ങളെ. ഇപ്പുള്ള സ്റ്റാറ്റസ് അനുസരിച്ച്, നിലയനുസരിച്ച് നമ്മൾ കഴിച്ചിലാകൂ. ഓരോരുത്തരും അവരവരുടെ നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മൾ ആശ്രയിച്ചത് മഗ്രിബ് ആകുന്നതിന് മുമ്പേ നമ്മൾ ബാത്തിലാക്കിയില്ലേ? നമ്മൾ നിസ്കരിച്ച സുബഹി അത് കൂലി കിട്ടുന്ന നിലക്ക് ഇപ്പൊ ബാക്കിയുണ്ടോ? എത്ര മനുഷ്യന്മാരെ പറ്റി അഭിപ്രായം പറഞ്ഞു, എത്ര ആളുകളുടെ ഉയർച്ചയിൽ നമ്മൾ അസൂയ വെച്ചു, എന്തൊക്കെ സംസാരിച്ചു. ഇരിക്കട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് എത്ര നല്ലത് കാണാൻ വേണ്ടി വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിട്ട് വേണ്ടാത്തത് നമ്മുടെ കണ്ണിൽ കണ്ടു. ചിലപ്പോ നമ്മളെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരും, ഈ പ്രസംഗം കേൾക്കണം, ഇത് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീരാ നഷ്ടം, ഈ 10 മിനിറ്റ് കേട്ടില്ലെങ്കിൽ വമ്പൻ നഷ്ടം എന്നൊക്കെ. അപ്പൊ നമ്മൾ പഠിച്ചോനെ നഷ്ടം വേണ്ടാന്ന് കരുതിയിട്ട്, എന്താന്ന് കരുതിയിട്ട് നമ്മൾ അതിന് ആ പ്രഭാഷണം, ആ അത് പ്രതീക്ഷിച്ച് നമ്മൾ അതിലേക്ക് കയറും. അപ്പൊ കേറുന്ന വാതില് തരക്കടില്ല. നമ്മൾ ആ വാതിലൂടെ ഉള്ളിലേക്ക് കയറി നമ്മൾ ഉള്ളിലെത്തി എന്ന് അറിഞ്ഞാൽ പിന്നെ ശൈത്താൻ നമ്മളെ കൊടുക്കാണ്. അതിന്റെ പിന്നില് വരുന്ന തോന്നിവാസങ്ങളൊക്കെ കണ്ടും തൊട്ടും തോണ്ടിയും ഇങ്ങനെ മാറി മാറി നമ്മൾ ആ കണ്ട നന്മയൊക്കെ നശിക്കുന്ന നിലക്ക്, അല്ല സുബഹി ബാത്തിലാകുന്ന നിലക്ക്, ദുഹ്റ് നിസ്ഫലമാകുന്ന നിലക്ക്, അസ്ർ പൊളിഞ്ഞു പോകുന്ന നിലക്ക് ധാരാളം വൃത്തികേടുകൾ കണ്ടിട്ടല്ലേ നമ്മൾ നല്ല വാതിലൂടെ കയറി പിന്നെ പുറത്തിറങ്ങുന്നത്. അതുകൊണ്ടല്ല മുത്തു മുഅ്മിനീങ്ങളെ, കരളിന്റെ കഷ്ണങ്ങളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, യുവതികളെ, സഹോദരിമാരെ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കണ്ട എന്ന് പറയാൻ പറ്റൂല. അതേ സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചോളൂ. നിങ്ങളെ തോന്നിവാസത്തിലും വേണ്ടാത്ത ചിത്രങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് പറ്റൂലല്ലോ, ഇത് വേണ്ടതല്ലല്ലോ, ഇത് നല്ലതല്ലല്ലോ എന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് നിങ്ങൾ അവിടുന്ന് തിരിച്ചു പോരണേ. കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പാടില്ലാത്തതും മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ കഴിക്കുള്ളൂ. കുടിക്കാൻ പറ്റുന്നതും കുടിക്കാൻ പറ്റാത്തതും വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടല്ലേ കുടിക്കുള്ളൂ. പാപ്പാന്റെ ഗുളിക എടുത്ത് നിങ്ങൾ കുടിക്കാറുണ്ടോ? ഉമ്മാന്റെ കഷായം എടുത്ത് കുടിക്കാറുണ്ടോ? അതുപോലെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കേണ്ട തൈലം ആരെങ്കിലും കുടിക്കാറുണ്ടോ? അരിഷ്ടമെടുത്ത് ശരീരത്തിൽ പുരട്ടാറുണ്ടോ? ഇല്ലല്ലോ. പറ്റുന്നതും പറ്റാത്തതും ആലോചിച്ചും ചിന്തിച്ചല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. ഇതുപോലെ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും പറ്റാവുന്നതും പറ്റാത്തതും നോക്കി ചിന്തിച്ചിട്ട് ചെയ്യണമെന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഇതാ നമ്മളെ കഥ. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ദിക്റും സ്വലാത്തൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷേ അത് ഖബറിലേക്ക് ബാക്കിയാകുന്നവർക്ക് നമ്മൾ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല, പറ്റുന്നില്ല. കഴിഞ്ഞ വർഷം ഓതിത്തീർത്ത ഖത്മുകൾ ഈ ഒരു വർഷങ്ങളിൽ എന്തൊക്കെ തോന്നിവാസങ്ങളിലൂടെ നമ്മൾ ബാത്തിലാക്കി കളഞ്ഞു, ഫസാദാക്കി കളഞ്ഞു. പടച്ചറബ്ബേ നിങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും അല്ലാഹുവിനോട് പടച്ചറബ്ബിനോട് വല്ലാതെ താണ് കൂടുതലാക്കണം, നന്നായി ദ്വാർക്കണം. ദ്വാർക്കുമ്പോൾ അറബി ഭാഷ തന്നെ വേണമെന്നില്ല, ജഗപുക ആവശ്യമില്ല. നിങ്ങളുടെ അറിയുന്ന ഭാഷയിൽ നിങ്ങളുടെ രക്ഷിതാവായ പടച്ചറബ്ബിനോട് നിങ്ങൾ വിളിച്ചു പറയൂ. തഹജ്ജുദിൽ എഴുന്നേറ്റ് ദുആർക്കൂ, നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യൂ. ദുആക്ക് ഇജാബത്ത് പറഞ്ഞ ധാരാളം സംഗതികളുണ്ടല്ലോ, ആ സമയങ്ങളിലൊക്കെ നന്നായി ദുആ ചെയ്യൂ. നിങ്ങൾക്ക് പ്രായമായ ഉമ്മ അപ്പമാരുണ്ടെങ്കിൽ നിങ്ങൾ
ദിവസവും ഒഴിവിനനുസരിച്ച് അവരുടെ സദസ്സിൽ അവരുടെ തൊട്ടടുത്ത് പോയിരുന്ന് അവർക്ക് സന്തോഷമുണ്ടാകുന്ന വർത്തമാനങ്ങൾ പറയൂ. അവരുടെ മുഖത്ത് നോക്കിയിരിക്കൂ. കൂലിയുള്ള കാര്യമാണ്. അങ്ങനെ ഉമ്മാനെയും ബാപ്പാനെയും എടുത്ത് പോയിരുന്ന് അവരോട് നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെ മനസ്സിന് തണുപ്പ് കൊടുത്താൽ വളരെ നിങ്ങളോട് പഠിച്ചവനോട് പറഞ്ഞോളി, പഠിച്ചവനെ എന്റെ ഉമ്മാനെയും ബാപ്പാനെയും എടുത്ത് പോയിരുന്ന് അരമണിക്കൂർ അവരോട് സംസാരിച്ച് അവരെ സന്തോഷിപ്പിച്ച് ഞാൻ ഇവിടുന്ന് പോരുകയാണ്. എന്റെ കാര്യങ്ങളൊക്കെ എളുപ്പാക്കി തരണമെന്ന്. കാരണം അത് ഇജാബത്തുള്ള സമയമാണ്. നല്ല ദുആക്ക് ഇജാബത്തുള്ളവരുണ്ട്. ഫർദായ അമലുകൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബുകൾ സൂക്ഷിക്കുന്ന ഉസ്താദുമാരുണ്ട്. രാത്രിയുടെ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉസ്താദുമാരുണ്ട്. ദുആ ധാരാളം നിസ്കരിക്കുന്നവരുണ്ട്. ഹറാമിലേക്ക് കണ്ണു പോകാതെ സൂക്ഷിച്ച് കാലിന്റെ ചോട്ടിക്ക് നോക്കി നടക്കുന്ന മുത്തഖീങ്ങളുണ്ട്. എപ്പോഴും കയ്യിലെ മാലയുണ്ടോ ഇല്ലേന്ന് നോക്കണ്ട. കൽബിൽ എപ്പോഴും ഹയ്യായി ജീവനുള്ള ഹൃദയവുമായി നടക്കുന്ന മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളുണ്ട്. കൽബെപ്പോഴും ദിക്റിൽ സ്വലാകുന്ന സ്വാലിഹീങ്ങളുണ്ട്. അത്തരം സ്വാലിഹീങ്ങളുടെ സദസ്സിൽ പോയി ഇരുന്നാൽ തന്നെ നമ്മളെ ദുആക്ക് ഇജാബത്താണ്. നമ്മളെ ദോഷം പൊറുക്കാൻ അത് സബബാണ്. അതുകൊണ്ട് തന്നെ ഏത് അവസരം കിട്ടിയാലും അത് ഉപയോഗപ്പെടുത്തിയിട്ട് പഠിച്ചോനെ കബൂലാക്കണേ അല്ലാ, എന്നെ സ്വീകരിക്കണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് നിങ്ങളുടെ സംസാര ഭാഷയിൽ ദുആ ചെയ്തോളി. അല്ലാഹു ഖായിബാക്കൂല, അല്ലാഹു വെറുതെയാക്കൂല. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുജൂദ് ആരുടെ സുജൂദാണെന്നറിയോ? സുജൂദു റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ തങ്ങളെ സുജൂദാണ്. മലക്കുകൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. പാതിരാവുകളിൽ ധാരാളം സ്വാലിഹീങ്ങൾ മലയിലും മരുഭൂമിയിലും രാത്രിയിലും പകലിലും ഇരുട്ടത്തും വെളിച്ചത്തും തണുപ്പത്തും ചൂടത്തും മഴ വകവെക്കാതെ വെയിൽ വകവെക്കാതെ സുജൂദിൽ കിടക്കുന്നവരുണ്ട്. പക്ഷേ അവരുടെ സുജൂദിനേക്കാൾ, മലക്കുകളുടെ സുജൂദിനേക്കാൾ, മറ്റാരുടെ സുജൂദുകളെക്കാളും അല്ലാഹുവിനെ ഏറ്റവും പോരിശയുള്ള പിരിശപ്പെട്ട സുജൂദ് ഏതാണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ സുജൂദാണ്. തങ്ങളെ സുജൂദാണ്. അൽഹംദുലില്ലാഹ്, എത്രയാണ് ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹംദ് സുബ്ഹാനല്ലാഹ്, അതാണ് പഠിച്ചവനെ ഏറ്റവും പ്രിയപ്പെട്ട ഹംദ്. എല്ലാം 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 അല്ലാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ടതും പോരിശയായതും പിരിശപ്പെട്ടതും അല്ലാഹുവിന്റെ തങ്ങളുടേതാണ്. فهو الذي تم معناه وصورته ثم اصطفاه حبيبا بريء النسب. صلى الله على محمد صلى الله عليه وسلم. കോരുട്ടായി കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടാ. പരീക്ഷ കഴിഞ്ഞ മദ്രസയില് കഴിഞ്ഞ അല്ലാഹു തആല നല്ല മാർക്ക് തന്ന് നല്ല വിജയിപ്പിച്ച് നല്ല ഉഷാറുള്ള കുട്ടികളാക്കി തരട്ടെ. സ്കൂളിലെ പരീക്ഷ ആയിട്ടില്ലല്ലോ. അല്ലാഹു തആല നല്ല ഉന്നതമായ വിജയം തരട്ടെ. തുടർ പഠനത്തിന് യോഗ്യരായ എല്ലാ കുട്ടികളെയും അല്ലാഹുവിന്റെ താങ്കളായ മുത്തനബിനെ കൊണ്ട് വിജയത്തിലാക്കി തരട്ടെ. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനം. വെറുതെ ഹബീബായതല്ല. നമ്മള് ഹബീബ് എന്ന പേരിടല്ല. അല്ലാഹു തആല വെറുതെ റസൂലുള്ളാഹി തങ്ങൾക്ക് ഹബീബ് എന്ന പേരിട്ടതല്ല. ഖലീൽ ഇഷ്ടം പോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം. അത്ര മതി. ആരാ ഇബ്രാഹിം? ഇബ്രാഹിം നബി ആരാന്ന് അറിയോ? ഇബ്രാഹിം നബി ആരാ? എന്തിനാ തോനെ ആലോചിക്കുന്നത്?
كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم. ദിവസവും തഹിയ്യാത്തിന്റെ ഉള്ളിൽ 4 വട്ടം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഇബ്രാഹിം നബി തമ്മിലുള്ള ബന്ധം ചെറുതല്ല. ഫത്തബിഉ മില്ലത അബീകും. ഖുർആൻ എങ്ങനെയാണ് പറഞ്ഞു തന്നത്? റസൂലുള്ളാഹിന്റെ വല്യപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 വല്യപ്പാന്റെ പേര് നമുക്കറിയാം. അവരുടെ അബൂ അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് അടി نزارهم عندهم عدنان عدنان എന്നവരാണ് 20ാമത്തെ വല്യപ്പ. അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും ദറജ സ്വർഗ്ഗത്തിൽ വലുതാക്കി കൊടുക്കട്ടെ. ആരും ചില്ലറക്കാരല്ല, മോശക്കാരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമ്മൾ പേര് പഠിച്ചു വച്ചിരിക്കുന്ന 20 ഉപ്പാപ്പമാരും അക്കാലത്തുള്ള ഏറ്റവും നല്ല മനുഷ്യന്മാരാണ്. ഓരോരുത്തരും ആ കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് നേതൃത്വം നൽകിയ മുന്നിൽ നിന്ന ആളുകളാണ്. ആരും മോശക്കാരില്ല. എന്നാ പിന്നെ അതിന്റെ അപ്പുറത്തെ വല്യപ്പയാണ് സയ്യിദുനാ നബിയുല്ലാഹി ഇസ്മാഈൽ. അവരുടെ വല്യപ്പാപ്പയാണ് സയ്യിദുനാ ഇബ്രാഹിം. റസൂലുള്ളാഹിന്റെ വല്യപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി നമ്മളുടെ വണ്ണം ചെറുതല്ല. നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ച് ഇബ്രാഹിമിന്റെ പേര് നമ്മളിങ്ങനെ പറയാം. അല്ലാഹു അവരൊക്കെ കണ്ടുമുട്ടാനും കൂടെ കൂടാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തവഫനി